ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ സൂപ്പർ കപ്പിൽ നാളെ നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ രണ്ടാമത്തെ മത്സരം കളിക്കാൻ ഇറങ്ങുകയാണ്. അപ്പോൾ നാളെ എതിരാളികളായിട്ട് വരുന്നത് ഐസ് ക്ലബ്ബായ ജംഷഡ്പൂർ FC ആണ്. അപ്പോൾ കഴിഞ്ഞ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് 3-1 എന്ന ഒരു ലീഡിൽ 3-1 സ്കോറിൽ ഷിലോങ് ലജോങ്ങിനെ പരാജയപ്പെടുത്തിയാണ് ഇപ്പോൾ മത്സരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യ മത്സരം വിജയിച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വരവ്. മറുഭാഗത്ത് ജംഷഡ്പൂർ FCയുടെ ഭാഗത്തേക്ക് വരികയാണ്. 2-1 എന്ന സ്കോറിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയാണ് അവർ വരുന്നത്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്ത് പിന്നെ ഒരു 2 ഗോൾ തിരിച്ചടിച്ച് കംബാക്ക് നടത്തിയിട്ടാണ് അപ്പോൾ അവർ ബ്ലാസ്റ്റേഴ്സിനെതിരെ നാളെ കളത്തിലിറങ്ങാൻ പോകുന്നത്. നിലവിലെ നമ്മുടെ ഗ്രൂപ്പിലെ ഒരു സ്ട്രോങ്ങസ്റ്റ് എതിരാളിയാണെന്ന് തന്നെ പറയാം. പിന്നെ നോർത്ത് ഈസ്റ്റാണ് പിന്നെ നമ്മുടെ മൂന്നാമത്തെ മത്സരം വരുന്നത്. അപ്പോൾ നാളത്തെ മത്സരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 3 പോയിൻ്റായിട്ട് നിൽക്കുന്നൊരു ടീമാണ് ജംഷഡ്പൂർ FC. അതുകൊണ്ട് തന്നെ അവരെ പരാജയപ്പെടുത്തിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഒറ്റൊരു സ്ഥാനക്കാർ മാത്രമാണ്, ഈ 4 ടീമിൽ നിന്ന് ഒറ്റൊരു സ്ഥാനക്കാർ മാത്രമാണ് അടുത്ത റൗണ്ടിലേക്ക് കടക്കുക, സെമി ഫൈനലിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിജയിക്കൽ നിർബന്ധമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെ തേടി വരുന്നത്. ജംഷഡ്പൂർ FC ആണ് ഇപ്പോൾ കഴിഞ്ഞ മത്സരമൊക്കെ കണ്ടതിൽ വെച്ച് നല്ല ടീമാണ്. നല്ല രീതിയിൽ അവർ ഇപ്പോൾ നിലവിൽ കളിക്കുന്നുണ്ട്. അവർ 6 ഫോറിൻ പ്ലേയേഴ്സിനെയും കഴിഞ്ഞ മത്സരത്തിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ 4 പ്ലേയേഴ്സ് ആണെങ്കിലും അവർ ഒരു ഗോൾ പരാജയപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ അവർ 6 ഫോറിൻ പ്ലേയേഴ്സിനായിട്ടായിരുന്നു പിന്നീട് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ നല്ല പ്രകടനമായിരുന്നു. 6 ഫോറിൻ പ്ലേയേഴ്സ് വന്നതോടുകൂടി ആ ഒരു അവരുടെ കളി ശൈലിയിൽ തന്നെ വലിയൊരു മാറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് എല്ലാവർക്കും അറിയാം 5 ഫോറിൻ പ്ലേയേഴ്സേ അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മൾ പുതുതായിട്ട് സൈൻ ചെയ്ത താരം സൂപ്പർ കപ്പ് കളിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വന്നതാണ്. അപ്പോൾ നമ്മൾ 5 ഫോറിൻ പ്ലേയേഴ്സിനെ വെച്ച് കളിക്കേണ്ടി വരും. കഴിഞ്ഞ മത്സരത്തിൽ 4 ഫോറിൻ പ്ലേയേഴ്സിനെ വെച്ച് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ലെസ്കോവിക്ക് ബെഞ്ചിലായിരുന്നു, കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് മത്സരത്തിൽ ലെസ്കോവിക്കും ഇറങ്ങണം. അത് തന്നെയാണ് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഡിഫൻസിൽ മിലോസ് ആൻഡ് ലെസ്കോ കോംബോ തന്നെ വരണം. കഴിഞ്ഞ മത്സരത്തിൽ ഹോർമിപ്പാങ് ആയിരുന്നു സെൻട്രൽ ബാക്കിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഹോർമിപ്പാങ് പല ടൈമിലും പൊസിഷൻ വിട്ടു പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അത്ര ഒരു മികച്ച പെർഫോമൻസ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ജംഷഡ്പൂർ FCക്കെതിരെയൊക്കെ ഡാനിയൽ ചീമൊക്കെ ഉണ്ട്. വളരെ അപകടകാരിയായ ഒരു സ്ട്രൈക്കർ തന്നെയാണ് അവരുടെ. വളരെ ഫിസിക്കലായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അവരൊക്കെ പിടിച്ചെടുത്തുക എന്നുള്ളത് കുറച്ച് പാടാണ്. ജംഷഡ്പൂർ FC അവരുടെ ടീം തന്നെ ഒരു ഫിസിക്കലി ഭയങ്കര സ്ട്രെങ്ത് ഉള്ളൊരു ടീമാണ്. ബ്ലാസ്റ്റേഴ്സിനെ പറ്റി എപ്പോൾ കളിക്കുമ്പോഴും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു ടീമാണ് ജംഷഡ്പൂർ FC. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡിഫൻസിൽ നമ്മുടെ ലെസ്കോ ആൻഡ് മിലോസ് കോംബോ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നാളത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പ്രോബബിൾ 11 എങ്ങനെയാണെന്ന് നേരെ പറയാം. അപ്പോൾ ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ് തന്നെ കളിക്കും. പിന്നെ ഡിഫൻസിൽ മിലോസ് ആൻഡ് ലെസ്കോ, സെൻട്രൽ ബാക്ക് നോച്ച, അതുപോലെ പ്രബീർ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കിയൊക്കെ അതേപോലെ തന്നെ കഴിഞ്ഞ മത്സരം കളിച്ച പോലെ തന്നെ അസർ, ഡാനിഷ് മിഡ്ഫീൽഡിൽ ദൈസുക്കി, പെപ്ര, ദിമിത്രിയോസ് ആൻഡ് ഐമന് കഴിഞ്ഞ മത്സരത്തിൽ ഒരു ആംഗിളിനൊരു ഫ്ലിക്ക് അങ്ങനെ എന്തോ വന്നതിന് ശേഷമാണ് താരത്തെ കയറ്റിയിട്ടുണ്ടായിരുന്നു ഐമനെ. അപ്പോൾ കോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ്. ഐമൻ സബ്ബായി കയറിയിട്ടും വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. കാലിനൊന്നും പ്രത്യേകിച്ച് ഒരു ഐസോ അങ്ങനെയൊന്നും വെച്ചൊന്നും കണ്ടിട്ടില്ല. സിമ്പിളായിട്ട് തന്നെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഐമന്. അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. 3 ഗോളിന് വിജയിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് റിസ്ക് എടുക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും കോച്ച് ഐമനെ കയറ്റിയിട്ടുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നെക്സ്റ്റ് മത്സരം നാളെ കളിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എങ്ങനെയാലും ഇനി നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നാളത്തെ മത്സരത്തിൽ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാൻ ദൂരേക്കും. ബൈ.